ചെയ്യാത്തൊരു കൊലക്കുറ്റത്തിൻ്റെ പേരിൽ നായകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. ഇതും പോരാണ്ട് നായകൻ്റെ ചേട്ടനെ ആരോ കിഡ്നാപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയിലിൽ കഴിയുന്ന നായകന് ഒരു ഫോൺ കോൾ വരുന്നത്. തൻ്റെ ചേട്ടൻ്റെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ ചെയ്യാൻ. അതിലാദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ജയിൽ ചാടലാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുന്നു, തൻ്റെ ചേട്ടനെ രക്ഷിക്കോ ഇല്ലേ, ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി സിനിമയാണ്. ഇതിനകത്ത് അങ്ങനെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. എന്താ പറയുക, ഒരു ഫൺ വാച്ച്. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പക്ഷേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വെറൈറ്റി പടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും സജസ്റ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പം നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചോയ് ഇക്ഹോ എന്ന ഒരു ഗംഭീര MMA ഫൈറ്റർ. ഈ ഫൈറ്റിംഗ് വേൾഡിൽ പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് തന്നെ സോംബി ഫൈറ്റർ എന്നാണ്. അത്രയും ബ്രൂട്ടലായിട്ടാണ് തൻ്റെ എതിരാളികളെ അവൻ നേരിടുന്നത്. പങ്കെടുത്ത ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. അതുമാത്രമല്ല, ചോയ്ക്ക് വരുന്ന ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അവൻ ആദ്യം ഒരു സോക്കർ പ്ലെയർ ആയിരുന്നു. അവിടെ കിടന്ന് അടിയുണ്ടാക്കി 11 പ്ലെയറിനെയും പഞ്ഞിക്കിട്ടു. പിന്നീട് യെല്ലോ കാർഡ്, റെഡ് കാർഡ് എന്ന് വേണ്ട എല്ലാവിധ പദവികളും പുള്ളിക്കാരൻ്റെ പേരിലുണ്ട്. സോക്കറിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ MMA ചേർന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട വിനോദം അടിയാണ്. അപ്പം പിന്നെ MMA കറക്റ്റ് ആണല്ലോ. ഇനിയാണ് ചോയുടെ ട്രെയിനറിനെ കാണിക്കുന്നത്, അലക്സ്. അവൻ ചോയുടെ ട്രെയിനർ മാത്രമല്ല, ബ്രദറും കൂടിയാണ്. ചുരുക്കി പറഞ്ഞ ചോയ് ഇക്ഹോ എന്ന ദേശക്കാരനെ ഒരു കംപ്ലീറ്റ് ചാമ്പ്യനാക്കി മാറ്റുക എന്നതാണ് ബ്രദറായ അലക്സിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാച്ച് വരുന്നത്. റിങ്ങിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ ആന്ത്രെ, അവനുമായിട്ടാണ് മാച്ച് വെച്ചിരിക്കുന്നത്. ഈ ആന്ത്രയുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മാരക ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ നീണ്ട 8 മാസം അലക്സ് അവനെ ട്രെയിൻ ചെയ്യിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആന്ത്രയുടെ മയക്കുമരുന്ന് യൂസ് കാരണം പുള്ളിക്കാരൻ MMA പുറത്താക്കി. 8 മാസത്തെ നീണ്ട ട്രെയിനിങ് ആയിരുന്നു. ചാമ്പ്യൻ എന്ന ലക്ഷ്യം തൊട്ടടുത്തൂടെയാണ് പോയത്. എല്ലാം കൂടെ ആലോചിച്ച് ഭ്രാന്ത് കയറാണ് അലക്സിന്. അപ്പം പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട ചോയുടെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. അവനിരുന്ന് വിതുമ്പുന്ന സൗണ്ടാണ് ഇവർ രണ്ടുപേരും കേൾക്കുന്നത്. ഈ രണ്ടാമത്തെ ആളാണ് സാം. ഈ സാം ആണെങ്കിൽ ചോയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ്. പിന്നെ പോരാത്തതിന് ഫാൻസ് അസോസിയേഷൻ, മീഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് സാക്ഷാൽ സാം തന്നെയാണ്. പിന്നെ അല്ലറ ചില്ലറ കമ്പ്യൂട്ടർ പരിപാടികളും ഹാക്കിംഗ് ഒക്കെ പുള്ളിക്കാരന് നല്ല വശമുണ്ട്. അങ്ങനെ ഇന്നെന്തായാലും ഫാൻസിന് വേണ്ടിയിട്ട് മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അലക്സ് ചോയിനെ കാണാൻ പോകുന്നത്. എന്നാൽ അവൻ വിതുമ്പിക്കരയുന്ന സൗണ്ടല്ല അവൻ കേട്ടിരുന്നത്. മാക്കം വെട്ടി വിഴുങ്ങുന്നതിൻ്റെ സൗണ്ടാണ്. മാച്ചിന് വേണ്ടി മാരക ഡയറ്റാണ് എടുത്തിരുന്നത്. അതില്ലാണ്ടായി എന്ന് കേട്ടപ്പോൾ ആ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ. യവനിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ബ്രദർ പറയുന്നു, ചെയ്യുന്നു. ഇതൊക്കെ കണ്ട അലക്സിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. പിന്നെ അവിടെ രണ്ടും കൂടെ അടിയോടടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം അറേഞ്ച് ചെയ്ത ഫാൻസ് മീറ്റിംഗ് നടക്കുന്നത്. ഇതാണ് അലക്സിൻ്റെ ഭാര്യ, മകൻ. അലക്സ് ആണെങ്കിൽ മീറ്റിങ്ങിനകത്ത് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോയിയാണേലോ ചേട്ടൻ്റെ മോനുമായിട്ട് വന്നടി, അതും ഫുഡിന് വേണ്ടിയിട്ട്. ദേഷ്യക്കാരനാണേലും ഒരു കുഞ്ഞു മനസ്സാണ് പുള്ളിക്കാരൻ്റെ. അങ്ങനെ ഈ സമയത്താണ് അലക്സ് തൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഈ ഷോൾഡറിൻ്റെ കുഴ തെറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ റെസ്ലിംഗ് കരിയർ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി. എൻ്റെ സ്വപ്നം എൻ്റെ ബ്രദറിലൂടെ ഞാൻ വീണ്ടെടുക്കും. ഒരു വേൾഡ് ചാമ്പ്യനാക്കി മാറ്റും അവനെ എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് ചോയിനെ. ചോയ്ക്കാണേലോ അവൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ ജീവനാണ്. അങ്ങനെ ഈ സമയത്താണ് ഒരു കോൺട്രാക്ടർ അലക്സിനെ കാണാൻ വരുന്നത്. ചോയിയുടെ കോൺട്രാക്ട് എടുത്ത് നടത്താൻ ഇയാൾക്ക് നല്ല താല്പര്യമുണ്ട്. അതുമാത്രമല്ല, ചോയ്ക്കും അലക്സിനും നല്ല ക്യാഷും കിട്ടും. എന്നാൽ അലക്സിന് ഒട്ടും താല്പര്യമില്ല. കാരണം ധാരാളം അത്ലീറ്റ്സിൻ്റെ കരിയർ ഈ കോൺട്രാക്ടർ കാരണം നശിച്ചു പോയിട്ടുണ്ട്. വേണ്ടാന്ന് നോക്കുന്നു. എന്നാൽ അലക്സിൻ്റെ വൈഫാണേലോ അലക്സിനെ നിർബന്ധിക്കുന്നു. അവർക്ക് പൈസയുടെ നല്ല അത്യാവശ്യമുണ്ട്. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിൽ ആ കോൺട്രാക്ട് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് അന്ന് രാത്രി ആ കോൺട്രാക്ടറിനെ അലക്സ് കാണാൻ പോകുന്നു, അതും ഒറ്റയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസമായി. ചോയ് സാധാരണ ചെയ്യാറുള്ളത് പോലെ രാവിലെ ഓടാൻ പോകുന്നു. അപ്പോഴാണ് 3 കാറുകൾ കാണിക്കുന്നത്. അതിനകത്താണെങ്കിൽ ടെക്നോളജി കൊണ്ട് റിച്ച് സെറ്റപ്പാണ്. ഇവനാണ് എയ്സ്. ഈ എയ്സ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അതുമാത്രമല്ല, രാജ്യത്തുള്ള VIP-കൾക്ക് എന്തൊക്കെയോ മെസ്സേജ് അയക്കുന്നു. സത്യം പറഞ്ഞാൽ അതൊരു സാധാരണ മെസ്സേജ് അല്ല, ഒരു ഡീലാണ്. ഇത്രയും VIPs ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡീൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എയ്സ് ഒരു സാധാരണക്കാരനല്ല. പിന്നെ പോരാത്തിന് അവരുടെ ഫോണുകൾ കണ്ടില്ലേ, ഹൈലി അഡ്വാൻസ്ഡ്. ഇതിൻ്റെ ഇടയിൽ എയ്സിൻ്റെ ആൾക്കാരാണേലോ നാട്ടിലുള്ള മുഴുവൻ CCTV ക്യാമറാസും ഹാക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചുവപ്പ് കാറിലൊരു സ്ത്രീ ചോയിനെ ഫോളോ ചെയ്യുന്നത്, അതും സാക്ഷാൽ എയ്സ് പറഞ്ഞിട്ട്. അങ്ങനെ ചോയ് രാവിലത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. എന്നാൽ വീട്ടിലാകെ പോലീസുകാരാണ്. ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്നതാ. നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടോ?
അപ്പോഴാണ് ചോയിയുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നത്. നോക്കുമ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ്. എടാ അങ്ങേരെ എവിടെയാണ്? ഇന്നലെ രാത്രി പോയതാ, ഒരു വിവരമില്ല. ഇവിടെ ഇതാ പോലീസുകാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് തൻ്റെ ചേട്ടൻ ഇതുവരെ വീട്ടിലെത്തിയില്ല എന്ന് അങ്ങേർക്ക് മനസ്സിലാവുന്നത്. ചോയ് വേഗം തന്നെ ചേട്ടന് വിളിച്ചു നോക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫോണ് പോലീസുകാരുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ കേസിനകത്ത് നിന്റെ ചേട്ടൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടേക്ക് ചോയ്ക്കാണെങ്കിൽ ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. അങ്ങനെ ചോയിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു. ആ സ്റ്റേഷൻ മൊത്തത്തിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയ്സിൻ്റെ ആൾക്കാർ. അങ്ങനെ പോലീസുകാർ കാര്യങ്ങളെല്ലാം പറയുന്നു. ഡേയ്, നിന്റെ വീട്ടിലോട്ട് ഇന്നലെ ഒരു കോൺട്രാക്ടർ വന്നില്ലേ? അങ്ങേര് ഇന്നലെ രാത്രി മരിച്ചു. അതും നിന്റെ ചേട്ടൻ അങ്ങോട്ട് പോയതിന് ശേഷം. അതുമാത്രമല്ല, ഈ മരിച്ച കോൺട്രാക്ടർ നിന്റെ ചേട്ടൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ ക്യാഷും ഉണ്ട്. സോ പറ, എവിടെയുണ്ട് നിന്റെ പുന്നാര ചേട്ടൻ? ഇത് കേട്ടേക്ക് ഇങ്ങേർക്കങ്ങ് ഭ്രാന്ത് കയറുന്നു. തൻ്റെ ചേട്ടൻ എവിടെയുണ്ടെന്ന് ഇങ്ങേർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാകെ ടെൻഷനിലാണ്. എൻ്റെ ചേട്ടനൊരു കൊലയാളിയോ തട്ടിപ്പുകാരനോ അല്ല. നിങ്ങളുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിൽ എന്നെയൊന്ന് വിട്ടേക്ക്. എൻ്റെ ചേട്ടൻ എവിടെയുണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അയ്യോ, അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ചോയ്. നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നീ എങ്ങാനും പുറത്തു പോയിട്ട് തെളിവുകളെല്ലാം നശിപ്പിച്ചാലോ? ഈ കേസ് തെളിയുന്നതുവരെ നീയും ഒരു സസ്പെക്റ്റാണ്. ഇതും കൂടെ കേട്ടേക്ക് ഇങ്ങേരുടെ കൺട്രോൾ പോകുന്നു. ഒരു വിധത്തിലാണ് പോലീസുകാർ സമാധാനിപ്പിച്ച് ലോക്കപ്പിലാക്കുന്നത്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ഇൻസ്പെക്ടർ നോക്കുമ്പോണ്ട് യവൻ വർക്കൗട്ട് ചെയ്യുന്നു, അതും ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട്. ഇത് കണ്ടിട്ട് ഇൻസ്പെക്ടർ പറയാണ്, ഡേയ് യവന് പ്രാന്താടാ, അടുത്തേക്കൊന്നും പോവാൻ നിൽക്കണ്ടട്ടാ. എങ്ങനെ പറയാണ്ടിരിക്കും, അത്രയും ദേഷ്യമാണ് പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ആ ലോക്കപ്പിനകത്തുള്ളൊരു പ്രതി ഒരു ബോക്സ് കൊടുക്കുന്നത്, അതും അലക്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ആ പ്രതിക്കാണെങ്കിൽ കൂടുതലൊന്നും പറയാനുമില്ല. അങ്ങനെ ബോക്സ് തുറന്നു നോക്കുന്നു. അതിനകത്തുണ്ട് അലക്സിൻ്റെ മോതിരം. ഇത് കണ്ടേക്ക് ഇങ്ങേരുടെ ടെൻഷൻ അങ്ങ് കൂടുന്നു. ഈ മോതിരം മാത്രമല്ല, അതിനകത്ത് ഒരു സ്റ്റിക്കറും കൂടിയുണ്ട്. അത് ചെവിയുടെ ബാക്കിൽ ഒട്ടിച്ചു വെക്കാനാണ് ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ അതങ്ങ് ഒട്ടിച്ചു വെക്കുന്നു. അത് ഒട്ടിച്ച പാടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. വിച്ച് മീൻസ് അതൊരു ഹൈലി അഡ്വാൻസ്ഡ് ഇയർബഡാണ്. അതിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ബ്രദറിൻ്റെ സൗണ്ടും. അലക്സി നീ എവിടെയാണ് എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ചേട്ടൻ്റെ അലർച്ചയാണ് ചോയ് കേൾക്കുന്നത്. അങ്ങേരെ പിടിച്ചു വെച്ച് ആരൊക്കെയോ ചേർന്ന് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സാക്ഷാൽ എയ്സ് അങ്ങ് വിളിക്കുന്നത്. ചോയ് ഇക്കോഹോ, ദി ഫേമസ് MMA ഫൈറ്റർ. നിങ്ങൾ ആരാ? എൻ്റെ ചേട്ടൻ എവിടെ? ഞാൻ ആരാന്നും എന്താന്നും നിനക്ക് വഴിയേ മനസ്സിലാവും. അതിനു മുമ്പായിട്ട് ഇപ്പം ഞാൻ എന്ത് പറയുന്നോ അതനുസരിക്കാൻ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ മരിച്ച കോൺട്രാക്ടറിൻ്റെ അതേ വിധിയായിരിക്കും നിന്റെ ചേട്ടനും. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ധിക്കരിച്ചാൽ അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ നിന്റെ ചേട്ടൻ്റെ ലൈഫ് ഞാനങ്ങ് എടുക്കും. ഇത് കേട്ടേക്ക് ഇങ്ങേർക്ക് ചിരിയാണ് വരുന്നത്. ഒരാൾ വിളിക്കുന്നു, ചേട്ടനെ കൊല്ലുമെന്ന് പറയുന്നു, ഇയർബഡ് കൊടുക്കുന്നു. ആരായാലും ചിരിച്ചു പോവും. നിനക്കെന്താ പ്രൂഫിൻ്റെ ആവശ്യമുണ്ടോ? എന്നാ കേട്ടോ, നിന്റെ ഇടത്തെ കാലമുണ്ട് നീ ഇപ്പം താളം പിടിക്കുന്നു. ലോക്കപ്പിനകത്തെ ചുവരിലാണ് നീ ചാരി നിൽക്കുന്നത്. ഇയാൾ പറയുന്നത് പോലെ തന്നെയാണ് ചോയ് നിൽക്കുന്നത്. സോ എയ്സ് അവനെ വാച്ച് ചെയ്യുന്നുണ്ട്, അതും ലോക്കപ്പിനകത്തെ സെക്യൂരിറ്റി ക്യാമറ ഉപയോഗിച്ചിട്ട്. ഈ ക്യാമറ തിരിയുന്ന കണ്ടേക്ക് ഇങ്ങേര് പറയാണ്, ആ മനസ്സിലായി, ഹിഡൻ ക്യാമറ TV ഷോ പ്രാങ്ക് അല്ലേ? ഇത് കേട്ടേക്ക് ഏത് നേരത്താണാവോ ഇവനെ തന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയെന്നും വിചാരിച്ചാണ് എയ്സ് നിൽക്കുന്നത്. അങ്ങനെ എയ്സ് ചോയുടെ ചേട്ടൻ്റെ അലർച്ച ഒന്നുകൂടെ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടേക്ക് ചോയ്ക്കാണെങ്കിൽ ദേഷ്യം മടക്കി പിടിക്കാൻ പറ്റാണ്ട് ലോക്കപ്പിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുകയാണ്. ഇത് കണ്ടേക്ക് ഇൻസ്പെക്ടർ പറയാണ്, ഡേയ് സീരിയസ് ആയിട്ട് ഇവൻ എന്തോ കുഴപ്പമുണ്ട് കേട്ടാ. ഇതൊക്കെ കണ്ട ആരാ പറയാത്തത്? ഇനിയാണ് എയ്സ് ആരാന്നും എന്താണെന്നും കാണിക്കാൻ പോകുന്നത്. ഈ കൊറിയ ഭരിക്കുന്ന 7 VIP-കൾ. ഇവരുടെ പ്രധാന വിനോദമാണ് ചൂതാട്ടം അഥവാ ഗാംബ്ലിംഗ്. പക്ഷേ ഈ സാധാരണ ടിപ്പിക്കൽ ഗാംബ്ലിംഗ് ഒന്നും അവർക്ക് താല്പര്യമില്ല. സോ അവർക്ക് വേണ്ടി എയ്സിൻ്റെ ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ച് ഒരു ഗാംബ്ലിംഗ് ഗെയിം അങ്ങ് ഉണ്ടാക്കുന്നു. കൊറിയയിലെ ഒരു സാധാരണക്കാരനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഒരിക്കലും പുറത്ത് കടക്കാനാവാത്ത വിധം അങ്ങ് പൂട്ടും. ആ പൂട്ടും പൊട്ടിച്ച് പുറത്ത് കടക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് ഒരു ഗെയിമിംഗ് രൂപത്തിൽ ഈ VIP-കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ ബെറ്റിങ്ങും. അവർ വെക്കുന്ന എമൗണ്ടിൽ നിന്ന് വലിയൊരു കമ്മീഷൻ എയ്സിനും. ഇതാണ് കളി. ചുരുക്കി പറഞ്ഞാൽ ചോയ് ഇപ്പം എയ്സിൻ്റെ പന്തയ കുതിരയാണ്. പക്ഷെ ഇതൊന്നും പുറലോകം അറിയില്ല. അങ്ങനെ എയ്സ് പറയാണ്, ചോയ് ഞാൻ നിനക്ക് തന്ന ആ ബോക്സിനകത്തൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് ധരിക്കാൻ നോക്ക്. ഈ ബ്രേസ്ലെറ്റ് വേറൊന്നുമില്ല, അതും വെച്ചാണ് അവനെ ട്രാക്ക് ചെയ്യുക. അത് മാത്രമല്ല ചോയ്ക്ക് അതിലൂടെയാണ് ഇവർ വഴി പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ലോക്കപ്പ് തുറക്കാൻ പോവുക, നീ ഇവിടുന്ന് ജയിലിൽ ചാടണം. എന്നിട്ട് നിനക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചുവന്ന മാലാഖയെ കണ്ടെത്തണം. മാലാഖയോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചോയ് നിൽക്കുന്നത്. അങ്ങേർക്ക് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. ആ ലോക്കപ്പ് എയ്സിൻ്റെ ഹാക്കർ അങ്ങ് തുറന്നു കൊടുക്കുന്നു. ഇനി ചോയ് ജയിലിൽ ചാടോ ഇല്ലേ, ഇതിൻ്റെ ബെറ്റിംഗ് ആണ് നടക്കുന്നത്.
ചോയിയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്. എയ്സ് പറയുന്ന അനുസരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ചേട്ടനെ അവർ കൊന്നുകളയും. സോ നോ അതർ ഓപ്ഷൻ. അങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ കഷ്ടകാലത്തിന് ഇൻസ്പെക്ടർ അങ്ങ് കണ്ടു. പിന്നെ പറയണ്ടല്ലോ, സ്റ്റേഷനകത്തുള്ള 15 പോലീസുകാരും കൂടെ അവനെ ലോക്കപ്പിലേക്ക് തിരിച്ചാക്കാൻ നോക്കുന്നു. അവൻ പരമാവധി ശ്രമിക്കുകയാണ് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട്. പക്ഷെ പോലീസുകാർക്കുണ്ടാ വല്ലതും തലയിൽ കയറുന്നു. പിന്നെ ചോയി ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് പുറത്തടക്കാൻ നോക്കുന്നു. എല്ലാവരുടെ ഇടയിൽ കൂടെ ഒരു വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പോലീസുകാരാണേലോ ലാത്തിയെടുക്കുന്നു, അടിക്കാൻ തുടങ്ങുന്നു. ചോയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യ. അവസാനം പട്ടി ഒടിച്ച് മരത്തിൽ കയറ്റുന്നത് പോലെ സ്റ്റേഷന്റെ ട്യൂബിന്റെ മേളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് പാവം. ആ സമയത്താണ് ഇൻസ്പെക്ടർ ആസനത്തിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. പിന്നെ അവിടെ തുരുതുര അടിയാണ്. ഇങ്ങേരാണേലോ തവളച്ചാട്ടം പോലെ എങ്ങനെയൊക്കെയോ അപ്പുറത്തെത്തി. അപ്പോഴാണ് ഷോക്കടിപ്പിക്കുന്ന ഗണ്ണുകൊണ്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. ചോയിയാണേലോ അവൻ്റെ ഉള്ളിലെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ ഗണ്ണങ്ങ് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് പുറത്ത് കിടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ആ ഡോറങ്ങ് ലോക്ക് ചെയ്യുന്നത്. ചോയ് പിന്നെ ഒന്നും നോക്കിയില്ല, ഡോർ അടയുന്നു, ചാടുന്നു. തലനാരിഴക്കാണ് സാൻഡ്വിച്ച് ആവാണ്ട് രക്ഷപ്പെട്ട്. പോലീസുകാരാണെങ്കിൽ ആ റൂമിനകത്ത് ലോക്കാവുന്നു. അങ്ങനെ ഈ സമയത്താണ് എയ്സ് പുറത്ത് കിടക്കാനുള്ള വഴി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടെത്തിക്കുന്നത് പോലീസുകാരുടെ അണ്ണാക്കിലോട്ടായിരുന്നു. അതും അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട്. ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പോലീസുകാർ മാർച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലാണെങ്കിൽ മാരക ലാത്തിയും. അതുമാത്രമല്ല, ഇങ്ങേര് വന്നിരിക്കുന്നത് വിലങ്ങും കൊണ്ട്. ഇവിടെ ഈസാണെങ്കിൽ ഇഷ്ടം പോലെ പൈസയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞതാണ് റൗണ്ട് 1, ഇനിയാണ് റൗണ്ട് 2. റൗണ്ട് 1 15 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റൗണ്ട് 2 62 പോലീസുകാരാണ്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് എല്ലാം കൂടെ പിന്നാലെ വരുന്നത്. ചോയി പണ്ടത്തെ ഒരു സോക്കർ പ്ലെയർ ആണല്ലോ. അങ്ങനെ ആ ടാക്റ്റിക് ഉപയോഗിച്ചിട്ടാണ് അങ്ങേരങ്ങ് ഓടാൻ തുടങ്ങുന്നത്. എല്ലാത്തിനെയും തട്ടിമാറ്റി മുന്നോട്ട് ഓടുന്നു. പക്ഷെ പോലീസുകാർ ചുറ്റുമുണ്ട്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആ ട്രെയിനിങ് ഗ്രൗണ്ട് മൊത്തം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവിടെയുള്ള ബസ്സിൻ്റെ മുകളിലോട്ട് അങ്ങ് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ സാധിക്കുന്നില്ല. അങ്ങനെ ബസ്സിന് ചുറ്റും പോലീസുകാർ വളഞ്ഞു. ഇനിയിപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ബസ്സിൻ്റെ അകത്തോട്ട് കയറുക. പിന്നെ അവനൊന്നും നോക്കിയില്ല, അങ്ങ് കയറുന്നു. എന്നാൽ അവിടെയുള്ള 62 ഓഫീസർമാരും ബസ്സിന് ചുറ്റുമുണ്ട്. ചുറ്റും നിൽക്കാന്ന് മാത്രമല്ല, അതിനകത്തുനിന്ന് പുകച്ച് പുറത്തേടിക്കാനാ പ്ലാൻ. ഇങ്ങേർക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല. ആ സമയത്താണ് ഇൻസ്പെക്ടറും സംഘവും അങ്ങോട്ടെത്തുന്നത്. അങ്ങനെ പിടിച്ചു എന്നും കരുതി ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ മുകളിലോട്ട് കയറുന്നത്. കയറുകയെന്ന് മാത്രമല്ല, ഒരു വമ്പൻ ചാട്ടം. ആ ചാട്ടം കണ്ട് ഇൻസ്പെക്ടറും പോലീസുകാരും ബെറ്റുവെച്ച VIP-കളും എയ്സും എല്ലാവരും കണ്ണും തള്ളിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അപാര ബിൽഡപ്പിൽ വന്ന ആ ചാട്ടം ടാർപോണിലോട്ടായിപ്പോയി. സോ അതും പൊട്ടി നേരെ അടിയിലേക്ക്. പോലീസുകാർ പിന്നെ വെറുതെ ഇരിക്കുമോ? ഇങ്ങേരെ പിടിക്കാനായിട്ട് റബ്ബർ ബുള്ളറ്റ് രംഗത്തിറക്കുന്നു. ഈ സമയത്താണ് എയ്സ് ആ ബ്രേസ്ലെറ്റിലോട്ട് അങ്ങ് മെസ്സേജ് അയക്കുന്നത്. ഏത് വഴി ഓടണം എന്ന മെസ്സേജ് മാത്രമല്ല, പുറത്തേക്കുള്ള ഡോറും കൂടെ അങ്ങ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ ചോയ് രണ്ടും കൽപ്പിച്ച് ബുള്ളറ്റിൻ്റെ ഇടയിൽ കൂടെ പാഞ്ഞോടുന്നു. റബ്ബർ ബുള്ളറ്റാണ്, മേത്തുകൊണ്ടാൽ മരിക്കത്തൊന്നുമില്ല. പക്ഷെ എങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ വേദന കൊണ്ട് പൊളയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് പുറത്ത് കടക്കാനുള്ള വാതിലങ്ങടയുന്നത്. പക്ഷെ ചോയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. തൻ്റെ മുഴുവൻ ശക്തി യൂസ് ചെയ്ത് പുറത്ത് കടക്കാൻ നോക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് കറക്റ്റ് ആസനത്തിനിട്ട് ബുള്ളറ്റ് അങ്ങ് കൊള്ളുന്നത്. എന്നാൽ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ പുറത്ത് കടക്കുന്നു. പുറത്ത് കടന്നാൽ അറിയാലോ, ചുവന്ന മാലാക. ആ സമയത്താണ് ഒരു ചുവന്ന സ്കൂട്ടി അതുവഴി അങ്ങ് പോകുന്നത്. അതും പിസ്സ ഡെലിവറി ബോയ്. ചുവന്ന മാലാക ലെവനാന്നും കരുതി പിന്നാലെ ഓടുകയാണ് ചോയ്. പക്ഷെ ഒരു കാര്യമില്ല. കാരണം പുറകിൽ വരുന്നത് ഈ ചുവന്ന കാറിൽ വരുന്ന സ്ത്രീയാണ് ആ ചുവന്ന മാലാക. അവളുടെ പേരാണ് കിം. ഈ കിം തന്നെയാണ് രാവിലെ ചോയിനെ ഫോളോ ചെയ്തിരുന്നത്. നീ ആരാ? എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? വെള്ളമുണ്ടോ കുടിക്കാൻ? ഇതിനൊക്കെ ഉത്തരമായിട്ട് ഹാൻഡ് കഫിൻ്റെ കീയാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ വണ്ടിയിൽ കയറാൻ ഇതിനും വലിയ ഉത്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വണ്ടി കയറുന്നു. പുറത്താണെങ്കിൽ ഇവനെ തിരഞ്ഞ് ഫുള്ള് പോലീസുകാരാണ്. പിന്നെ പോരാത്തിന് ന്യൂസിനകത്ത് മൊത്തം ചോയുടെ അറസ്റ്റിനെ കുറിച്ചാണ്. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സാമും ചേച്ചിയൊക്കെ. ചോയാണേലോ ചോദ്യത്തിൻ്റെ മേളിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിം ഒന്നും മിണ്ടുന്നില്ല. ഇത് കണ്ടിട്ട് ഇങ്ങേരാണെങ്കിൽ സ്റ്റിയറിങ് പിടിച്ചു വെക്കുന്നു. എന്നാൽ പിന്നെ നീ എന്നെ ഓടിച്ചു എന്നും പറഞ്ഞ് ആ സ്റ്റിയറിങ് അങ്ങ് കൊടുക്കുകയാണ് കിം. പിന്നെ പറയണ്ടല്ലോ, വണ്ടിയുടെ കൺട്രോൾ പോകുന്നു. പിന്നെ ചോയ് കൂടുതലൊന്നും ആലോചിച്ചില്ല. 2 കൈയും നീട്ടി സ്വീകരിച്ച ആ സാധനം അങ്ങ് തിരിച്ചു കൊടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. എടോ താൻ ആരാ? എൻ്റെ ചേട്ടൻ എവിടെ? നിന്നെ പറഞ്ഞ സ്ഥലത്തെത്തിക്കുക, അതാണ് എൻ്റെ ജോലി. നീ എന്തോന്ന് GPS-ആ? അങ്ങനെയും പറയാം എന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നത് വലിയൊരു ബിൽഡിങ്ങിലോട്ടാണ്. അതും നാട്ടിലെ തന്നെ വലിയ വലിയ ഗ്യാങ്സ്റ്റേഴ്സ് വാഴുന്ന ഒരു കോട്ടയിലോട്ട്.
ചുരുക്കി പറഞ്ഞ ലെവൽ 3 തുടങ്ങാൻ സമയമായി. എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിനകത്ത് തൻ്റെ ചേട്ടനുണ്ടാവുമെന്നും കരുതിയിട്ടാണ് ഇങ്ങേര് മുന്നോട്ട് പോകുന്നത്. അവിടെയാണെങ്കിൽ ഒരു ഗാങ്സ്റ്ററും അയാളുടെ ശിങ്കിടിയും ചേർന്ന് ഒരുത്തനെയിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ സിറ്റിയിലെ തന്നെ മെയിൻ ഗാംബ്ലിംഗ് നടക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ബിൽഡിങ്. അങ്ങനെ അകത്തോട്ട് കയറിയതിന് ശേഷം തന്നെ ഫോളോ ചെയ്യാനാണ് കിം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എയ്സ് പിന്നെയും വിളിക്കുന്നത്. ഡേയ്, നിന്റെ ചേട്ടൻ്റെ വിരല് ഞാനങ്ങ് മുറിച്ചെടുത്താലോ? ഇത് കേട്ടേക്ക് ഇങ്ങനൊരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കിമ്മ് ചെന്നിട്ട് സെക്യൂരിറ്റി അങ്ങ് പിരികേറ്റുന്നു. എന്നിട്ട് അകത്തോട്ട് കയറിപ്പോകുന്നു. മോനെ ചോയ്, നിന്റെ ചുവന്ന മാലാകെ കൈവിടണ്ട. അപ്പോഴാണ് അവളെ ഫോളോ ചെയ്യാൻ പറഞ്ഞ കാര്യം അങ്ങേർക്ക് അങ്ങ് ഓർമ്മ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇടങ്കോലിടാൻ സെക്യൂരിറ്റി ഉണ്ടല്ലോ. അങ്ങനെ അവന്മാർ ഡണ്ടം കലക്കുന്നു. ഇതൊക്കെ ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ബോസും അവൻ്റെ ശിങ്കിടിയും. ശിങ്കിടിയാണേലോ ഒരുത്തനായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവനോട് പറയാണ്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുത്തൻ വരുന്നുണ്ട്. ഇതേ സമയം കിമ്മാണേലോ നേരെ സ്റ്റേഷനിലോട്ട് വിളിക്കുന്നു. ഈ ബിൽഡിങ്ങിൽ ചോയ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ പറയണ്ടല്ലോ, പോലീസുകാർ മൊത്തം ഇങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചോയാണേലോ പോയി എങ്ങോട്ടൊക്കെയോ എത്തുന്നു. അപ്പോഴാണ് എയ്സ് അടുത്ത ടാസ്ക് കൊടുക്കുന്നത്. അവിടെയുള്ള മൈക്ക് കൊണ്ട് ഒരു പാട്ട് പാടുക. ഒരു ഗംഭീര ചേസും ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ചോയ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനി പാട്ടും കൂടെ പാടുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഇതെന്തായാലും മറ്റോടുത്ത ടാസ്ക്കായി പോയി. അങ്ങേരുടെ ദേഷ്യമാണെങ്കിൽ ഉച്ചിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഡേയ്, ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇപ്പം പാട്ട് പാടിയാ നിനക്കൊരു ക്ലൂ ഞാൻ തരും. ഇതൊക്കെ കേട്ടാ പിന്നെ പാടാണ്ടിരിക്കാൻ പറ്റുമോ? പാടി, ഡാൻസ് കളിച്ച് പാടി. ഇതൊക്കെ കേട്ട് എയ്സും ഹാക്കറും കൂടെ ചിരിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബിൽഡിങ്ങിൻ്റെ ബോസാണേലോ ഒരു ലോഡ് ഗുണ്ടകളെയാണ് ചോയ്ക്ക് നേരെ അയക്കുന്നത്. ഇവനാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് എല്ലാ ഗുണ്ടകളും ചേർന്ന് അങ്ങ് പിടിച്ചു വെക്കുന്നത്. ചോയ്, ഈ ബിൽഡിങ്ങിന്റെ ബോസായ മിസ്റ്റർ പാർക്ക് നിന്റെ ചേട്ടനെ മേളിത്തെ ഫ്ലോറിലിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ഹിന്റ്. അങ്ങനെ ചോയ് വന്നിരിക്കുന്ന എല്ലാ ഗുണ്ടകളുടെയും മർമ്മത്തിനിട്ട് ചവിട്ടാൻ തുടങ്ങുന്നു, പുറത്തേക്കിടുന്നു. ഇതൊക്കെ കണ്ട് പാർക്കും ശിങ്കിടിയും കൂടെ കണ്ണും തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് ആ റൂമിനകത്തുള്ളൊരു സീക്രട്ട് റൂം അങ്ങ് തുറന്നു കൊടുക്കുന്നത്. എന്നിട്ട് അതുവഴി മേളിലോട്ട് പോകാൻ പറയുന്നു. ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് മേളിലോട്ട് കയറുന്നു. എന്നാൽ അതൊരു മെയ്സാണ്. ചുരുക്കി പറഞ്ഞ 4th റൗണ്ട്. ഈ മെയ്സും കംപ്ലീറ്റ് ചെയ്ത് മേളിലെത്തിയാലേ തൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ പറ്റൂ. ചോയ്, ഈ മെയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിന്റെ ബ്രേസ്ലെറ്റ് നിന്നെ സഹായിക്കും. ഈ ബ്രേസ്ലെറ്റ് എങ്ങോട്ടാണോ വഴി കാണിക്കുന്നത് അതിനനുസരിച്ച് ഓടാൻ നോക്ക്. ഈ മെയ്സും കംപ്ലീറ്റ് ചെയ്ത് മേളിലെത്തിയാൽ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. അത് തുറന്നു നോക്കുക. ഈ സമയത്താണ് ഒരു ലോഡ് ഗുണ്ടകൾ മെയ്സിനകത്തോട്ട് വരുന്നത്. ഇങ്ങേരാണെങ്കിൽ ബ്രേസ്ലെറ്റ് പറയുന്നതിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ മെയ്സ് കംപ്ലീറ്റ് ചെയ്തു ബോക്സ് എടുത്ത് നോക്കുന്നു. നോക്കുമ്പോണ്ട് തൻ്റെ ചേട്ടൻ്റെ വിരല് അതിനകത്ത് അറുത്ത് വെച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് സ്റ്റെക്കായി പോവുകയാണ് ചോയ്. എന്നാൽ ഏസിനും ബാക്കിയുള്ളവർക്കും ഇതൊക്കെ ഒരു തമാശ. എന്നാൽ ഇനിയാണ് യഥാർത്ഥ ലെവൽ 4 അങ്ങ് സ്റ്റാർട്ടാവാൻ പോകുന്നത്. ചോയിയുടെ ഫ്രണ്ടിലോട്ട് മിസ്റ്റർ പാർക്കിൻ്റെ ശിങ്കിടിയും ഗുണ്ടകളും എത്തിയിട്ടുണ്ട്. ശിങ്കിടി പറയാണ്, നിനക്കവനെ ഒരിക്കലും രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങരുടെ കൺട്രോൾ പോകുന്നു. ഓൾറെഡി കയ്യിൽ നിന്ന് പോയിട്ടാണ് നിൽക്കുന്നത്. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഭ്രാന്തനെ പോലെ അവിടെയുള്ള മുഴുവൻ ഗുണ്ടകളെയും അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുകയാണ്. ഈ സമയത്താണ് ആ ബിൽഡിങ്ങിലോട്ട് പോലീസുകാരെത്തുന്നത്. ഇവിടെ ചോയാണെങ്കിൽ പാർക്കിനോട് തൻ്റെ ചേട്ടൻ എവിടെയെന്നും ചോദിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടേക്ക് പാർക്കാണെങ്കിൽ ചേട്ടനാ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവർ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കാണിക്കുന്നു. അതവൻ്റെ ചേട്ടനൊന്നുമില്ല. ചുരുക്കി പറഞ്ഞ മിസ്റ്റർ പാർക്കിനും ശിങ്കടിക്കും ഗുണ്ടകൾക്കും ഇവൻ്റെ ചേട്ടൻ്റെ കിഡ്നാപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർ വേറെ ആരൊക്കെയോ പിടിച്ച് മർദ്ദിക്കുന്നുണ്ട്. ചോയുടെ എൻട്രി കണ്ടിട്ട് അവരെ രക്ഷിക്കാൻ വരുന്ന ആളാവുന്നും കരുതിയിട്ടാണ് പാർക്ക് നിന്നിരുന്നത്. അതായത് എയ്സ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഒരു വമ്പൻ ഗെയിമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കണ്ട് ഭ്രാന്തിൻ്റെ അളവങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചോയ്ക്ക്. ഈ സമയത്താണ് ടി വിക്കകത്ത് തൻ്റെ ചേട്ടനെ കാണിക്കുന്നത്. ആ വിരൽ മുറിച്ചതിന് ശേഷം തൻ്റെ ചേട്ടൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ഏതോ ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലാണ് എത്തുന്നത്. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ല. അപ്പോഴാണ് ക്യാമറയും കൊണ്ട് എയ്സിൻ്റെ ആൾക്കാർ വരുന്നത്. എനിക്കിതൊക്കെ കാണിച്ചു കൊടുത്താലാണ് ഭ്രാന്തളകി പലതും കാണിച്ചു കിട്ടുള്ളൂ. എന്നാലല്ലേ ഗെയിം അങ്ങ് ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ. പക്ഷേ ഈ സമയത്ത് ചേട്ടനാണെങ്കിൽ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. ചോയ്, റോഡ് വർക്ക് 10 കിലോമീറ്റർ, നിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്ക്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് എയ്സ് വിളിക്കുന്നത്. ചോയ് ചോയ് ചോയ്, നിന്റെ ഫൈറ്റ് എനിക്കങ്ങ് ബോധിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടൻ്റെ അടുത്തോട്ടെത്താൻ ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. ബിൽഡിങ്ങിനകത്താണെങ്കിൽ മൊത്തം പോലീസാണ്. പക്ഷേ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കൂടെ ഞാനുണ്ടല്ലോ. നിനക്കായിട്ടുള്ള എക്സിറ്റ് റൂട്ട് റൂഫ് ടോപ്പിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ നേരെ അങ്ങോട്ട് ചെല്ല്. നിന്റെ ചുവന്ന മാലാക നിന്നെ കാത്തിരിക്കുന്നു. ഇതൊക്കെ കേട്ടേക്ക് തൻ്റെ ദേഷ്യം മടക്കി പിടിച്ച് മുകളിലോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് കിമ്മിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല.
പുള്ളിക്കാരത്തി ഏസിൻ്റെ ആളാണെങ്കിൽ കൂടെ കുറച്ച് കരുണയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇൻസ്പെക്ടറും ബാക്കിയുള്ള പോലീസുകാരും ആണെങ്കിൽ കണ്ണും തള്ളി കിളി പോയിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ പോവാണ്ടിരിക്കും? ആ ബിൽഡിങ്ങിൻ്റെ അകത്തൊരു യുദ്ധം നടന്ന പോലെയാണ് അവസ്ഥ. അതും ചോയ് ഒരൊറ്റൊരാൾ കാരണം. അങ്ങനെ ചോയ് മേളിലെത്തി. അവിടെയുണ്ട് ഇവൻ്റെ എക്സിറ്റ് റൂട്ട്. അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ചാടുക, അതാണ് എക്സിറ്റ് റൂട്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചാടാൻ നിൽക്കുമ്പോഴാണ് ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല വിലങ്ങിടുന്നു. ഓൾറെഡി വിലങ്ങിട്ടിട്ടും ചാടിപ്പോയൊരു പ്രതിയാണ് ചോയ്. സോ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇൻസ്പെക്ടറിൻ്റെ കയ്യിലും കൂടെ ചേർത്തിട്ടാണ് വിലങ്ങങ്ങിടുന്നത്. ചോയ്ക്കാണെങ്കിൽ രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇങ്ങേരി ഇൻസ്പെക്ടറിനെയും കൊണ്ട് ചാടാൻ പോവുകയാണ്. വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം പറയാണ്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ ഓടി ഓടി ചാടാൻ നിൽക്കുമ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു വിധത്തിൽ വിലങ്ങങ്ങ് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ പോവായിരുന്നു. അങ്ങനെ ചോയ് അപ്പുറത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെയുള്ള വേസ്റ്റ് കൂമ്പാരത്തിലോട്ടാണ് വീഴുന്നത്. അതിനകത്ത് വീണാൽ മരിക്കത്തൊന്നുമില്ല, അത്യാവശ്യം സേഫാണ്. എന്നാൽ ബോധം പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഏസ് അവൻ്റെ മുഴുവൻ ഗുണ്ടകളെയും കിമ്മിനെയും അങ്ങോട്ടയക്കുന്നു ചോയിനെ പിടിച്ചുകൊണ്ട് വരാൻ. എന്നാൽ അവിടെ ചോയില്ല, അവൻ്റെ ബ്രേസ്ലെറ്റ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടേ കേസാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ചോയ് ആണെങ്കിൽ വർക്ക് റോഡ് എന്ന് പറയുന്ന റൂട്ടിൽ കൂടെ 10 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ്റെ ചേട്ടൻ നേരത്തെ വീഡിയോയിൽ പിച്ചും പേയും പറഞ്ഞിരുന്നു, വർക്ക് റോഡ് 10 കിലോമീറ്റർ, നിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്ക്, അങ്ങനെ എന്തൊക്കെയോ. എന്നാൽ അത് സത്യം പറഞ്ഞ ഈ സിറ്റിയിലുള്ള വഴികളാണ്, തൻ്റെ ചേട്ടനിലേക്ക് എത്താനുള്ള വഴികൾ. ഇപ്പറഞ്ഞ വർക്ക് റോഡിലൂടെ 10 കിലോമീറ്റർ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. ഈ സമയത്താണ് കിം ചോയിനെ അങ്ങ് സ്പോട്ട് ചെയ്യുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവൾ വേഗം തന്നെ ഏസിനെ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ അവരും അങ്ങോട്ട് പോകുന്നു. ഇതേ സമയം കിം ആണെങ്കിൽ ചോയിനെ തടയാൻ നോക്കുകയാണ്. ഞാൻ പറയുന്നു എന്ന് കേൾക്ക്, നീ പേസ് പറയുന്നത് പോലെ ചെയ്യ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടും കൂടെ ആ കുറ്റിക്കാട്ടി കിടന്ന് വമ്പനടിയാണ്. ഇതൊക്കെ കാണുന്ന നാട്ടുകാരാണേലോ അതങ്ങ് വീഡിയോ എടുക്കുന്നു. കുറ്റിക്കാട്, കുത്തിമറിയൽ, ബാക്കി സ്വാഭാവികം. അങ്ങനെ ഒരു വിധത്തിൽ കിമ്മിനെ അടിച്ചിടുന്നു, മുന്നോട്ടോടുന്നു. അങ്ങനെ 10 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോഴാണ് ദൂരെയായിട്ടൊരു ഫ്ലെക്സ് കാണുന്നത്. നിന്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കാനാ ചേട്ടൻ പറഞ്ഞിരുന്നത്. ആ ഫ്ലെക്സ് ആണെങ്കിൽ ഒരു ബോക്സിങ്ങിൻ്റെ ഫ്ലെക്സും. സോ മുഴുവൻ ശക്തിയും അവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫ്ലെക്സ് ഇരിക്കുന്ന ബിൽഡിങ്ങിലാണ് തൻ്റെ ചേട്ടനുള്ളത്. അങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നു. ചോയ് അങ്ങോട്ടെത്തിയെന്ന് മനസ്സിലാക്കിയ ഏസ് പെട്ടെന്ന് തന്നെ ബ്രദറിനെ പുറത്തേക്ക് ഇറക്കുന്നു, കാറി കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഇതൊക്കെ കണ്ട ചോയ് പിന്നെ വെറുതെ ഇരിക്കുമോ? ഇവൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചേട്ടൻ. പിന്നെ അങ്ങേരെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ഓടുന്നു. ഇഷ്ടം പോലെ വണ്ടികളുടെ ഇടയിൽ കൂടെയാണ് പുള്ളിക്കാരൻ പോകുന്നത്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് വണ്ടി ഇടിക്കാണ്ട് അപ്പുറത്തെത്തി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഏസിൻ്റെ ആൾക്കാർ പിന്നീന്ന് വരുന്നു, അങ്ങിടിക്കുന്നു. അതോടുകൂടെ ചോയുടെ ബോധം പോയി. ബോധം പോവാന്ന് മാത്രമല്ല, ആരെയും കാണുന്നതിന് മുമ്പ് അങ്ങ് കൊണ്ടുപോകുന്നു. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ മിസ്റ്റർ പാർക്കിനെയും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ പാർക്കിൻ്റെ ഷിങ്കിടിയും കുറച്ച് ഗുണ്ടകളും രക്ഷപ്പെട്ടു. ഈ സമയത്താണ് പോലീസുകാർ നാട്ടുകാരെടുത്ത മറ്റാ വീഡിയോ കാണുന്നത്. പിന്നെ ഇൻസ്പെക്ടർ ഒന്നും നോക്കിയില്ല, കിമ്മിനെ വോണ്ടഡ് ലിസ്റ്റിലേക്ക് അങ്ങിടുന്നു. ഇതേ സമയം പാർക്കിൻ്റെ ഷിങ്കിടിക്കാണെങ്കിൽ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ചോയ് ആരാന്നും കൂടി ഇവർക്ക് അറിയില്ല. പക്ഷേ ഇവന്മാരുടെ അണ്ടം കലക്കിയിട്ടാണ് ലെവൻ പോയിരിക്കുന്നത്. സോ അടങ്ങാത്ത പകയുണ്ട് ഷിങ്കിടിക്ക്. ഇവൻ്റെ പേരാണ് അലക്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ന്യൂസ് കാണുന്നത്. അപ്പോഴാണ് ചോയ് ആരാന്നും എന്താണെന്നും മനസ്സിലാവുന്നത്. വെറുതെ അല്ല, അവൻ്റെ ഇടയ്ക്ക് ഇത്രയും വെയിറ്റ്. MMA ഫൈറ്ററല്ലേ? ആ പന്നേനെ നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ വൈൽഡ് ആൾക്കാരെയും റെഡിയാക്ക്. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല, ഏസ് അലക്സിൻ്റെ ഫോണിലോട്ടൊരു ലിങ്ക് അയക്കുന്നു. നോക്കുമ്പോണ്ട് ചോയുടെ ലൊക്കേഷൻ. സോ ഇവർ നേരെ അങ്ങോട്ട് പോകുന്നു. ഇതേ സമയം പോലീസുകാർക്കും കിട്ടിയിട്ടുണ്ട് ലൊക്കേഷൻ. അങ്ങനെ അവരും അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിമ്പിൻ്റെ മറ്റേ വീഡിയോ റിലീസായ കാര്യം ഏസ് അറിയുന്നത്. അവളെങ്ങാനും പിടിക്കപ്പെട്ട എല്ലാവരും കുടുങ്ങും. സോ അവളെ തീർക്കാനാ ഏസിൻ്റെ പ്ലാൻ. ഇനി ചോയ് എവിടെയാണെന്നറിയണ്ടേ? അങ്ങേർക്ക് ബോധം വന്നു. നോക്കുമ്പോൾ ഇയാളാണെങ്കിൽ വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ അകത്താണ്. കൂടെ കിമ്മുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ദി നെക്സ്റ്റ് ലെവൽ. ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയുണ്ട് തൻ്റെ ചേട്ടനും. അങ്ങനെ ഏസ് പറഞ്ഞ അനുസരിച്ച് കിം അങ്ങേർക്ക് ചേട്ടനെ വിളിച്ചു കൊടുക്കുന്നു. ചേട്ടനാണെങ്കിൽ നേരത്തെ പോലെ പിച്ചുമ്പയൊക്കെ പറഞ്ഞ് ഏസ് സ്റ്റേഡിയത്തിൻ്റെ ഏത് സൈഡിലാണെന്ന് കൊറ്റിക്കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ പ്ലാൻ അങ്ങ് പാളി. ഇതിൻ്റെ ഇടയിലാണ് അലക്സും പിള്ളേരും ഇങ്ങോട്ടെത്തുന്നത്, അതോടൊപ്പം പോലീസും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാ ലേസ് അങ്ങ് വിളിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്, ഇന്നേ വരെ എൻ്റെ പന്തയ കുതിരകൾ ഫൈനൽ ലെവലിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഇഷ്ടം പോലെ കുതിരകൾ എനിക്ക് വേണ്ടി ഓടിയിട്ടുണ്ട്. എന്നാൽ മിക്കവരും മരിച്ചു. ആരൊക്കെ സർവൈവ് ചെയ്തു എന്നുള്ളത് നിന്റെ ചുവന്ന മാലാഖയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫൈനൽ ലെവലിൽ നീ ജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ് നിന്നെയും കാത്തിരിക്കുന്നത്. ഇതൊക്കെ കേട്ടേക്ക് ബ്രദേഴ്സിന് അങ്ങ് കയറി വരുന്നു. ഏസിനെ വിളിക്കാത്ത തെറികളില്ല. അത്രയും സൈക്കിക് പരിപാടികളാണ് അങ്ങേര് കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഈ സമയത്താണ് ഫൈനൽ ഗെയിം എന്താണെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ രണ്ടാളുടെയും കാലിൻ്റെ മേളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അതും ടൈം ബോംബ്.
30 മിനിറ്റ് സമയമുണ്ടാവും. അതിനകം ചേട്ടനും അനിയനും കണ്ടുമുട്ടിയില്ലെങ്കിൽ രണ്ടാളും മരിക്കും. ഇവരൊരുമിച്ചാൽ മാത്രമാണ് ആ ടൈമർ നിൽക്കത്തുള്ളൂ. നിനക്കെന്തേലും ഹിന്റ് വേണമെങ്കിൽ നിന്റെ മാലാഖിയോട് ചോദിച്ചാൽ മതി. ഈ ബോംബിന്റെ കാര്യം അറിഞ്ഞ പാട് തെറി മാറിയിട്ട് വിളിക്കാത്ത ദൈവങ്ങളില്ല. രണ്ടെണ്ണം പേടിച്ച് വിറച്ച് ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്തേലും ഹിന്റ് വേണമെങ്കിൽ കിമ്മിനോട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കിമ്മിനാണെങ്കിൽ ഒരു തേങ്ങ അറിയില്ല. അങ്ങനെ ചോയ് കിമ്മിനെ പിടിച്ചിർത്തുന്നു, ചോദിക്കുന്നു. ആ സമയത്താണ് അലക്സും പിള്ളേരും കൂടെ അങ്ങോട്ട് വരുന്നത്. എയ്സ് ആണേലോ അവിടുത്തെ ഡോറങ്ങ് അടച്ചുപൂട്ടി ലോക്ക് ചെയ്യുന്നു. എയ്സ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിം. എന്നാൽ എയ്സ് ഒന്നും മിണ്ടുന്നില്ല. അലക്സും ടീമാണെങ്കിൽ വിചാരിച്ചിരിക്കുന്നത് കിം ചോയുടെ കൂടെയുള്ള ആളാന്നാ. വിച്ച് മീൻസ് അവർക്ക് രണ്ടുപേരെയും കൊല്ലേണ്ടി വരും. എയ്സിന് എന്തായാലും കിമ്മിനെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. ചുരുക്കി പറഞ്ഞ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇത് മനസ്സിലാക്കിയ കിമ്മ് അവളുടെ കൈയിൻ്റെ മേളിലൊരു സാധനം ഇടുന്നു. ഇവന്മാരാണേലോ കത്തിയും കൊണ്ടാണ് നിൽക്കുന്നത്. ഓരോ കുത്തിനും $1000 അലക്സ് റിവാർഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഗംഭീര ഫൈറ്റാണ് അവിടെ. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഗുണ്ടകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. അതിൻ്റെ ഇടയിലാണ് കിമ്മിന് പരിക്കേൽക്കുന്നത്. അങ്ങനെ ചോയ് പറയാണ്, നീ പോവാൻ നോക്ക്, നിനക്കൊരു തേങ്ങ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് കിമ്മിനെ അങ്ങ് പറഞ്ഞു വിടുന്നു. ഇനി ചോയ് ഒറ്റക്കാണ്. അവൻ്റെ സമയമാണെങ്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങേരും ഒന്നും നോക്കിയില്ല, ഓടടാ ഓട്ടം. തൻ്റെ ചേട്ടന് വേണ്ടി എൻ്റെ സ്റ്റേഡിയം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പോലീസുകാർ ഗണ്ണും കൊണ്ടുവരുന്നത്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അലക്സും ഗുണ്ടകളും എത്തി. ഇവന്മാർ ഗാങ്സ്റ്റേഴ്സാണ്. അതെങ്ങാനും പോലീസുകാർ മനസ്സിലാക്കിയ അലക്സിൻ്റെ ചീട്ട് കയറും. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരു സോക്കർ മത്സരമാണ് ആ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ടീമിന് ജയ്യും വിളിച്ചു പോയാൽ ആർക്കും സംശയം തോന്നത്തില്ല. പിന്നതെ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ ഒരു ഗ്യാപ്പിൽ ചോയിയാണെങ്കിൽ പോലീസുകാരുടെ കണ്ണും വെട്ടിച്ചങ്ങ് കടന്നു കളയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ തൻ്റെ ചേട്ടനെ കണ്ടുപിടിച്ചു. ചേട്ടനാണേലോ കുഴ തെറ്റിയ ഷോൾഡർ അങ്ങ് തിരിച്ചിടുന്നു. എയ്സിൻ്റെ ആൾക്കാരുടെ കഴുത്തിന് പിടിക്കുന്നു. സത്യം പറ, നിന്റെ ബോസ് എവിടെയുണ്ട്? ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അവിടെയുള്ള VIP ലോഞ്ചിലിരുന്ന് ഈ ഗെയിം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് എയ്സും ഹാക്കറും കൂടെ. അങ്ങനെ ഒരു വിധത്തിൽ ചോയും ചേട്ടനും കൂടെ കണ്ടുമുട്ടാൻ നിൽക്കുമ്പോഴാണ് എയ്സ് ഷട്ടർ അങ്ങിടുന്നത്. എന്നിട്ട് എക്സ്ട്രാ ടൈം അങ്ങ് കൊടുക്കുന്നു. VIPs ആണെങ്കിൽ ഇതൊക്കെ കണ്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, മാരക ബെറ്റിംഗ് ആണ് നടക്കുന്നത്. ചോയ്ക്കാണേലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചോയ്, നമ്മൾ എത്ര എടുക്കാൻ നോക്കിയാലും അവൻ നമ്മളെ അകറ്റും. സോ ടൈം തീരുന്നതിൻ്റെ ഉള്ളിൽ എന്നെ കണ്ടുപിടിക്കുന്നതിന് പകരം ആരാണോ നമുക്കിട്ട് പണിയുന്നത് അവനെ കണ്ടുപിടിക്കുക. അവൻ ആ VIP ലോഞ്ചിലുണ്ട്. ഇത് കേട്ടേക്ക് നേരെ അങ്ങോട്ട് പോവുകയാണ് ചോയ്. പക്ഷേ അങ്ങോട്ട് യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേനും ബോംബ് പൊട്ടും. സോ റൂഫ് ടോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടാനാണ് ചോയുടെ പ്ലാൻ. എന്നാൽ കഷ്ടകാലത്തിന് അങ്ങോട്ടതാ അലക്സ് വരുന്നു. പിന്നെ അവിടെ രണ്ടും കൂടെ വന്നടിയാണ്. പെട്ടെന്നാണ് അലക്സ് അങ്ങ് താഴോട്ട് പോകുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ചോയ് അവനെ പിടിച്ചു നിർത്തുന്നു. പിടിച്ചു നിർത്താന്ന് മാത്രമല്ല, വലിച്ചങ്ങ് കയറ്റുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോഴാണ് അലക്സിന് സത്യാവസ്ഥ മനസ്സിലാവുന്നത്. അങ്ങനെ ചോയ് രണ്ടും കൽപ്പിച്ച് അവിടെയുള്ളൊരു തുണിയുടെ മേളിലും പിടിച്ച് നേരെ VIP ലോഞ്ചിലോട്ടാണ് പോകുന്നത്. എയ്സിന്റെ സ്ക്രീൻ അടക്കം അങ്ങ് തകർത്ത് തരിപ്പണാക്കിയിട്ടാണ് അകത്ത് കിടക്കുന്നത്. അതോടുകൂടെ ബോംബ് ഓഫായി എൻ്റെ ഗെയിം അവസാനിച്ചു. വരവ് കുറച്ച് സ്പീഡിലായതുകൊണ്ട് ചോയുടെ ബോധവും പോയി. ഈസാണെങ്കിൽ എന്തൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്താണ് VIPs വിളിക്കുന്നത്. ഗെയിം സ്റ്റോപ്പായാൽ അവർക്ക് നല്ല ദേഷ്യമുണ്ട്. നിന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അതും കൂടെ കേട്ടേക്ക് ഇങ്ങേർക്ക് അങ്ങ് ഭ്രാന്ത് കയറുന്നു. സോ എത്രയും പെട്ടെന്ന് ചേട്ടനെയും കിമ്മിനെയും പിടിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചേട്ടൻ പിന്നെ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു. ചോയിനെ നേരെ ഒരു ആംബുലൻസിലോട്ട് കയറ്റാനാണ് നോക്കുന്നത്. പെട്ടെന്നാണ് ആംബുലൻസും കൊണ്ട് കിം അങ്ങ് കടന്നു കളയുന്നത്. സോ തൽക്കാലത്തിന് ചോയ് സേഫാണ്. പക്ഷെ തൻ്റെ ചേട്ടൻ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇൻസ്പെക്ടറാണെങ്കിൽ ആകെ ഭ്രാന്ത് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് പോലീസുകാർക്ക് കിമ്മിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്നത്. പുള്ളിക്കാരത്തി ഒരു ബോക്സറായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ബോക്സിങ്ങിൽ നിന്ന് അവളെ പുറത്താക്കിയെന്ന് മാത്രമല്ല 3 വർഷത്തെ പ്രൊബേഷൻ പീരീഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും പോരാണ്ട് തൻ്റെ അച്ഛനെ പോലെ കാണുന്ന കോച്ച് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കൊല്ലപ്പെട്ടു. എടോ, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇന്നലെ സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അവൻ്റെ കാലിൽ ഒരു സാധനം കണ്ടില്ലേ, ഒരു തരം ബോംബ് പോലെ. സംതിങ് ഈസ് ഫിഷി ഹിയർ എന്നൊക്കെയാണ് ഇൻസ്പെക്ടർ പറയുന്നത്. ഇതേ സമയം കിം ആണെങ്കിൽ എയ്സിനെ വിളിച്ചൊരു ഡീൽ ഉറപ്പിക്കുന്നു. എയ്സ്, നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ, നിന്റെ പന്തേ കുതിരെ ഞാൻ സേഫായിട്ട് ഡെലിവറി ചെയ്യാം. അതോടുകൂടെ നമ്മൾ തമ്മിലുള്ള ഡീൽ അവസാനിക്കും. പക്ഷെ ഇന്ന് രാത്രി തന്നെ എനിക്ക് തരുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നാളെ നീ പറയുന്ന സ്ഥലത്ത് ചോയിനെയും കൊണ്ട് ഞാൻ വരാം. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചോയ്ക്ക് ബോധം വരുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, കിമ്മിനെ അങ്ങ് കെട്ടിയിടുന്നു. ആ സമയത്താണ് അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. അങ്ങേർക്കാണെങ്കിൽ ഒട്ടും വയ്യ. സോ കിമ്മിനെ അവൻ വെറുതെ വിട്ടു. അതുമാത്രമല്ല, അവളുടെ അച്ഛന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ചോയ് കേൾക്കുന്നു. സംഭവം വേറൊന്നുമില്ല, ഇവളുടെ ബോക്സിംഗ് കരിയറിനെ കുറിച്ചാണ്. പണ്ടത്തെ ചാമ്പ്യനായിരുന്നു സാക്ഷാൽ കിം. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അച്ഛനും അറിയില്ല.
എന്തായാലും തന്നെ പോലെ തന്നെ ഒരു അത്ലീറ്റാണ് കിം. അങ്ങനെ ചോയ് അന്ന് രാത്രി തന്നെ സാമിനെ വിളിച്ചു വരുത്തുന്നു. ചോയുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. കേസിൽ നിന്ന് രക്ഷപ്പെടണം, ചേട്ടനെ രക്ഷിക്കണം, മെയ്സിനെ കൊടുക്കുകയും വേണം. അതിനാണ് അവൻ സാമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കിമ്മാണേലോ എയ്സിൻ്റെ ആൾക്കാരിൽ നിന്ന് പറഞ്ഞുറപ്പിച്ച തുക വാങ്ങുന്നു. പക്ഷേ അതെല്ലാം ചോയ് പറഞ്ഞിട്ടാണ്. അങ്ങേർക്കൊരു പ്ലാൻ ഉണ്ട്. അതും വെച്ച് എയ്സിനെ പൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എയ്സിൻ്റെ എല്ലാ കള്ളക്കളികളും ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതിനാണ് സാം. പുള്ളിക്കാരനൊരു ഹാക്കറാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. ഈ സമയത്താണ് ചോയ് ഒരു കാര്യം പറയുന്നത്. കിം, എന്നെ പറഞ്ഞ ലൊക്കേഷനിൽ ഇറക്കിയതിന് ശേഷം നീ രക്ഷപ്പെടാൻ നോക്ക്. വയ്യാത്ത നിൻ്റെ അച്ഛന് നീ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ കിമ്മിനാണെങ്കിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. പുള്ളിക്കാരി തേസിൻ്റെ കൂടെ ചേർന്ന് പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ചോയ് അവളോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പ്ലാൻ പ്രകാരം മുന്നോട്ട് പോകുന്നു. ചോയിനെ പറഞ്ഞ ലൊക്കേഷനിൽ ഇറക്കി. അതേ ലൊക്കേഷനിലുണ്ട് സാം. അങ്ങനെ ഈ സമയത്താണ് എയ്സിൻ്റെ ആൾക്കാർ ഇയർബഡും ബ്രേസ്ലെറ്റും ചോയ്ക്ക് അങ്ങ് ഇട്ടുകൊടുക്കുന്നത്. വിച്ച് മീൻസ് ഗെയിം വീണ്ടും തുടങ്ങാനാണ് എയ്സിൻ്റെ പ്ലാൻ. അങ്ങനെ ബ്രേസ്ലെറ്റ് പറയുന്ന ലൊക്കേഷനിലേക്ക് ചോയ് യാത്ര തിരിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സാം നാട്ടിലേറ്റവും ബിസി ആയിട്ട് ഓടുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. സാമിൻ്റെ കൂടെ ഫാൻസ് അസോസിയേഷനും ഉണ്ട് കേട്ടാ. അവരും ഇതേപോലെ ഹാക്കേഴ്സാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ നാട് മൊത്തം അങ്ങ് ഹാക്ക് ചെയ്യുന്നു. മൊബൈൽ, TV, ലാപ്ടോപ്പ് എന്ന് വേണ്ട സകലതും. ഈ ഒരു സമയത്ത് എയ്സിൻ്റെ ആൾക്കാരെന്തായാലും അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരെന്തായാലും ഈ ഹാക്കിങ്ങിനെതിരായിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ടാക്കും. അത് തന്നെയാണ് പിള്ളേർക്ക് വേണ്ടതും. അങ്ങനെ ആ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി ഇതും വെച്ച് എയ്സിനെ ഹാക്ക് ചെയ്യണം. അവർ ചെയ്യുന്നത് ലോകം മൊത്തം കാണിക്കണം. ഇതിൻ്റെ ഇടയിലാണ് ചോയ് എയ്സ് പറഞ്ഞ ലൊക്കേഷനിലെത്തുന്നത്. അതാണെങ്കിൽ ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോഴാണ് ഗെയിം എന്താന്ന് പറയുന്നത്. നമ്മുടെ ആന്ധ്ര ഉണ്ടല്ലോ, മയക്കുമരുന്ന് കേസിൽ പെട്ട് മാച്ച് ക്യാൻസലായ ആന്ധ്ര, അവനെ എയ്സ് അങ്ങ് വിലക്കെടുത്തു. അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണം, ജയിക്കണം. ഇതാണ് അടുത്ത ഗെയിം. അവൻ്റെ കാര്യം അറിയാവുന്നതല്ലേ. അവനോട് പിടിച്ചു നിൽക്കാനാണ് 8 മാസം ട്രെയിനിങ് എടുത്ത്. അതൊക്കെ പോവുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞ ആന്ധ്രനെ തോൽപ്പിക്കാൻ ഒടുക്കത്തെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇതേ സമയം കിമ്മാണെങ്കിൽ അവളുടെ ലോക്കർ തുറക്കുന്നു. അതിനകത്തുണ്ട് പണ്ട് എയ്സ് ഇവൾക്ക് നൽകിയ ബ്രേസ്ലെറ്റ്. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചോയുടെ അതേ അവസ്ഥയായിരുന്നു കിമ്മിനും. കിമ്മിന് ജീവിച്ചിരിക്കാൻ വേണ്ടി എയ്സിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു അയാളുടെ ആളായിട്ട്. ഇതേ സമയം പിള്ളേരാണെങ്കിൽ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാക്ക് ചെയ്യാനായിട്ട്. ബട്ട് നോ രക്ഷ. അങ്ങനെ ചോയ് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെയുണ്ട് ചേട്ടൻ. അങ്ങേരെ ഒരു സാധനത്തിൻ്റെ മുകളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടെങ്ങാനും പൊട്ടിയ നേരെ താഴോട്ടാണ് പോവുക. ആ സമയത്താണ് സാക്ഷാൽ ലേന്ദ്ര അങ്ങോട്ടെത്തുന്നത്. എത്തുകയെന്ന് മാത്രമല്ല, മാരകടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കിമ്മാണേലോ അലക്സിനെയും പോലീസിനെയും വിളിക്കുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൂടെ നേരെ അങ്ങോട്ട് പോകുന്നു. അലക്സ് ആണെങ്കിൽ കിമ്മിൻ്റെ കൂടെ ചോയിനെ രക്ഷിക്കാനാണ് പ്ലാൻ ഇടുന്നത്. അങ്ങനെ കിം ഈ ബ്രേസ്ലെറ്റും കൊണ്ട് നേരെ സാമിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇതിനകത്തുള്ള സിഗ്നൽ മതി എയ്സിൻ്റെ മെയിൻ സെർവർ കണ്ടുപിടിക്കാൻ. അങ്ങനെ സെർവർ ഹാക്ക് ചെയ്യാനായിട്ട് ഒരു പെൻഡ്രൈവ് കൊടുത്തു വിടുന്നു. ഇതിൻ്റെ ഇടയിൽ ചോയും ആന്ധ്രയും കൂടെ ഗംഭീര ഫൈറ്റാണ്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചോയ്ക്കാണ്. ആന്ധ്ര അടിച്ചടിച്ച് ഇഞ്ച പരുവാക്കുന്നു. ഇതേ സമയം എയ്സ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അധികം പൈസയാണ് കയ്യിലോട്ട് വരാൻ പോകുന്നത്. അപ്പം പിന്നെ അർമാദിക്കാണ്ടിരിക്കുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എയ്സിൻ്റെ സെർവർ കിം അങ്ങ് കണ്ടുപിടിക്കുന്നത്. എയ്സിൻ്റെ ഗുണ്ടകൾ കാവൽ നിൽക്കുന്നതേ ഈ വണ്ടി ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിലാണ് സെർവർ. അങ്ങനെ ആരും കാണാണ്ട് പെൻഡ്രൈവും കുത്തി അങ്ങ് ഹാക്ക് ചെയ്യുന്നു. പിന്നെ പറയണ്ടല്ലോ, ന്യൂസ്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്ന് വേണ്ട സകലമാന സ്ഥലത്തും ചോയും ആന്ധ്രയും കൂടെയുള്ള ഫൈറ്റ് അങ്ങ് ലൈവ് പോകുന്നു. ഇതൊക്കെ കണ്ട് പോലീസുകാർ നേരെ ആ ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ആ സമയത്താണ് കിം അങ്ങ് പിടിക്കപ്പെടുന്നത്. എന്നാൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അവളെ രക്ഷിക്കാൻ അലക്സും പിള്ളേരും എത്തുകയെന്ന് മാത്രമല്ല, അവർക്കിട്ട് 4 അങ്ങ് കൊടുക്കുന്നു. ഇതേ സമയം ആന്ധ്രയും ചോയും കൂടെ അടിയോടടിയാണ്. ചോയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ, അത്രയും അടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് പുറത്ത് സ്ക്രീനിലായിട്ട് എല്ലാം ലൈവ് പോകുന്ന കാര്യം ചേട്ടൻ അങ്ങ് മനസ്സിലാക്കുന്നത്. ഇത് കണ്ടേക്ക് ചേട്ടൻ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. പിന്നെ ചോയ് ഒന്നും നോക്കിയില്ല, ഒരു ഭ്രാന്തനെ പോലെ ആന്ധ്രനെ അടിച്ചടിച്ച് ഇല്ലാണ്ടാക്കുന്നു. എല്ലാം ലൈവ് പോകുന്ന കണ്ടേ കേസിന് ഒരു കാര്യം മനസ്സിലായി, എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന്. സോ VIPs ബെറ്റിങ്ങും കോപ്പൊക്കെ വേണ്ടാന്ന് നോക്കുന്നു. ഏസിന് വമ്പൻ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഫൈറ്റ് കഴിഞ്ഞു. ചോയുടെ നിരപരാധിത്വം ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ചോയ് ചേട്ടനെയും കൊണ്ട് പുറത്തു വന്നു. ഇതേ സമയം ഇൻസ്പെക്ടർ ആണെങ്കിൽ ഏസിൻ്റെ വണ്ടി കണ്ടെത്തി. എന്നാൽ അതിനകത്തുള്ള മുഴുവൻ തെളിവും അവൻ കത്തിച്ച് കടന്നു കളഞ്ഞു. കത്തിക്കാന്ന് മാത്രമല്ല, തൻ്റെ കൂടെ ഇത്രയും നേരം നിന്നിരുന്ന ഹാക്കറിനെ അങ്ങ് കൊന്നു കളഞ്ഞു. ഒരു തെളിവും അവശേഷിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ സമയത്താണ് സാക്ഷാൽ എയ്സ് ചോയ്ക്ക് അങ്ങ് വിളിക്കുന്നത്. ചോയ്, നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? അങ്ങേർക്ക് അടങ്ങാത്ത പകയുണ്ട്. അയാളുടെ ഇത്രയും കാലത്തെ സാമ്രാജ്യമാണ് ചോയ് ഒറ്റയടിക്ക് തകർത്തത്. അങ്ങനെ ചോയിനെ ഒരു ബിൽഡിങ്ങിലേക്ക് വിളിച്ചു വരുത്തുന്നു. ചോയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ. അങ്ങനെ എയ്സ് എത്തി. പിന്നെ അവിടെ അടിയോടടിയാണ്. ചോയുടെ കണ്ടീഷനാണെങ്കിൽ ഭയങ്കര മോശമാണ്. അങ്ങനെ എയ്സ് ചോയിനെ കൊല്ലാൻ നിൽക്കുകയാണ്.
ആ സമയത്താണ് കിമ്മു വരുന്നതും ഏസിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നതും. പിന്നെ ചോയൊന്നും നോക്കിയില്ല, അവനെയും കൊണ്ട് കിട്ടിയ ചാൻസിൽ നേരെ അടിയിലോട്ടാണ് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് രണ്ടുപേരും വീഴുന്നത്. അതും ഏസിൻ്റെ മുകളിലാണ് ചോയ്. അതുമാത്രമല്ല, ഏസിനെ പൂട്ടാനുള്ള ഏറ്റവും വലിയ തെളിവായ അവൻ്റെ ഫോണ് അവർക്ക് കിട്ടി. അത് കിട്ടിയ പാട് കിമ്മിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ടൈറ്റായിട്ട് അങ്ങ് ഹഗ് ചെയ്യുന്നു. താൻ ഇത്രയും കാലം ജയിലിലായതുപോലെയായിരുന്നു, ഇപ്പോഴാണ് അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെ ഹാപ്പിനെസ് ഇല്ലാണ്ടിരിക്കുമോ? അങ്ങനെ പോലീസുകാർ വരുന്നു, എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നു, കേസ് മൊത്തം കലങ്ങി തെളിയുന്നു. പിന്നെ നമ്മുടെ ബ്രദേഴ്സ് അവരുടെ പഴയ ട്രെയിനിങ്ങിലോട്ടാണ് പോകുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.